ഇദ്ദേഹത്തിൻ്റെ വാദം എന്താണെന്ന് വെച്ചാൽ വഹി അള്ളാഹുവിൽ നിന്ന് കിട്ടുമ്പോൾ തന്നെ അത് ചിലപ്പോൾ കശ്ഫായിട്ട് കിട്ടും. കശ്ഫ് പറഞ്ഞാൽ ജാഗ്രത ദർശനമാണ്. സ്വപ്നം എന്ന് പറയുന്നത് ഉറക്കത്തിൽ കിട്ടുന്നത്. പക്ഷേ ഇതൊക്കെയും അള്ളാഹു പ്രവാചകന്മാർക്ക് നൽകുന്ന എന്താണ് ബശാറത്തുകളും ഒക്കെയാണ്, മുന്നറിയിപ്പുകളാണ്, പിന്നെ സന്തോഷ സുവാർത്തകളുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നദീറും ബഷീറുമായിട്ട് ഓരോ പ്രവാചകനെയും അറിയപ്പെടുന്നത്. താങ്കളുടെ ഒരു ആദ്യകാല പുസ്തകം കൂടിയാണ് മിർസയുടെ വ്യക്തിത്വം എന്നുള്ളത്. മിർസയുടെ വ്യക്തിത്വം ഒരു പ്രവാചകൻ്റെ വ്യക്തിത്വവുമായി നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു അതിലെ 2-3 ഭാഗങ്ങളുണ്ട്. ഒന്ന് അദ്ദേഹത്തിൻ്റെ ശാരീരികം, മാനസികം, പിന്നെ വഹികൾ. രസകരമായ ഒരുപാട് വഹികളുണ്ട്. എന്താണ് ആ ഒരു വ്യക്തിത്വത്തെ പരിചയം? അതെ, അത് ഞാൻ വളരെയധികം പഠനവിധേയമാക്കേണ്ട ഒരു സംഗതിയാണത്. കാരണം ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് അത് പറയുകയാണ്. അതെ, ഞാനിത് ചോദിക്കാൻ കാരണം അതാണ്. കാരണം സാധാരണ ഈ അഹമ്മദിയ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പം അവർ പറയാറുള്ളത് തൽക്കാലം മിർസ അവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നെ ഈസാ നബിയുടെ മരണം ചർച്ച ചെയ്യാം, മിർസ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. നമ്മളൊക്കെ മുഹമ്മദ് നബിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിലും മുഹമ്മദ് നബി പറഞ്ഞതിന് ശേഷം അങ്ങനെയാണ് താല്പര്യമെങ്കിൽ തൽക്കാലം അതവിടെ നിൽക്കട്ടെ എന്ന് സാധാരണ ഒരു പൗസ് ചെയ്തിട്ടാണ്, ഒരു സാധനം പൗസ് ചെയ്തിട്ട് അടുത്തേക്ക് പോകുക എന്നുള്ളൊരു ടെക്നിക്ക് കാണാറുണ്ട്. മിർസ ഈസാ നബിയുടെ മരണം ഒന്ന്, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഖുർആനും ഹദീസും വെച്ചിട്ട് ഈ ഖാത്തമുൻ നബിയീൻ, അതും കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് വരാമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റെപ്പാണ് കാണിക്കാറുള്ളത്. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നതാണ് നേരെ തിരിച്ച് ആദ്യം അതൊക്കെ ചർച്ച ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ഇവിടെ ഒരു പകരക്കാരൻ വേണമല്ലോ. ഈ പകരക്കാരൻ ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചർച്ച ചെയ്താൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ക്രമത്തിലൊരു മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നത് ഖാത്തമുൻ നബിയീനും ഈസാ നബിയുടെ മരണവും ചർച്ച ചെയ്യണമെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് കൂടെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചർച്ച ചെയ്താൽ മതി ആവശ്യം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന് ഇൻ കേസ് ഈസാ നബി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് പിന്നെ ഖാത്തമുൻ നബിയീൻ എന്നതിൻ്റെ അർത്ഥം ഇനിയും പ്രവാചകൻ വരും എന്നാണെങ്കിൽ ഇതൊക്കെ വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ അതിന് പകരമായിട്ട് ഈ മിർസ എന്ന വ്യക്തിയെ വെക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് ആദ്യം മിർസയെ ഒന്ന് പരിശോധിച്ച് വെക്കാം. അത് ഓക്കെ ആണെങ്കിൽ മറ്റേതിലേക്ക് പോയാൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും മിർസയെ കുറിച്ച് പറഞ്ഞതിൽ ഇതുവരെ പറഞ്ഞതെന്ന് തന്നെ മനസ്സിലാക്കാം. കാരണം അതിൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു പ്രവാചകനായി ഈ ആധുനിക കാലഘട്ടത്തിലേക്ക് നിയുക്തനാകുമ്പോൾ ഇവിടെയുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം അഭിസംബോധന ചെയ്തില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെ അദ്ദേഹം ചെയ്തത് എന്താണെന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചതിൻ്റെ ഒരു അകത്തുക. അപ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ളത് കുറേ പുസ്തകങ്ങൾ എഴുതി. ആ പുസ്തകങ്ങളിലൂടെ അദ്ദേഹം മുമ്പോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഒന്ന്, ഈ പറഞ്ഞമാതിരി ഈസാ അലൈഹി സ്വലാം മരിച്ചുപോയി എന്നും തൻ്റെ പ്രവാചകത്വത്തിലുള്ള സാക്ഷ്യങ്ങളും തെളിവുകളും, ആ തെളിവുകൾക്ക് പറഞ്ഞാലോ ആ കാലഘട്ടത്തിൽ അവസാനിച്ചു പോയ തെളിവുകളാണ്, നമുക്കിന്ന് കാണാൻ കഴിയില്ല. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ. പിന്നെ അയാളുടെ വ്യക്തിപ്രഭാവം, ഇദ്ദേഹത്തിന് അനുയായികളെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആണോ, ഇത് പരിശോധിക്കേണ്ടത്. ഇദ്ദേഹം ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ഒരു കൾട്ടാണ് അദ്ദേഹം അന്നേ ഉണ്ടാക്കിയത്. ഞാൻ പറഞ്ഞല്ലോ, ബയ്യത്ത് ചെയ്തത് ആദ്യത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ 27 പേര് അദ്ദേഹത്തിൻ്റെ ബയ്യത്ത് ചെയ്തു. അവരൊക്കെ അദ്ദേഹം എന്ത് പറഞ്ഞാലും സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു. ഇതിനൊരു കാരണം എന്ന് വെച്ചാൽ അയാളൊരു പീറായിട്ട്, ഒരു മുർഷിദായിട്ട്, പിന്നെ അയാൾക്ക് കുറേ മുരീദന്മാരുണ്ടാവും. അപ്പോൾ അവരെ ബയ്യത്ത് സ്വീകരിക്കുക എന്നുള്ള. പിന്നെ വ്യക്തിപരമായിട്ട് അദ്ദേഹം നടത്തിയുള്ള പ്രവചനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയും, 100 പ്രവചനങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒന്നുപോലും പുലർന്നായിട്ട് തെളിയിക്കാൻ കഴിയില്ല. അപ്പോൾ എനിക്ക് 100% തെറ്റിയിട്ടെന്ന് എങ്ങനെ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ചില ന്യായവാദങ്ങൾ ഒരു പക്ഷേ അവർക്ക് സ്വീകാര്യമായിരിക്കാം. അതല്ലെങ്കിൽ അവർ പരിശോധിച്ചിട്ടുണ്ടല്ലോ. മറ്റൊരു കാര്യമുള്ളത്, ഈ കാലഘട്ടത്തിൽ പരിശോധിക്കുന്ന ഒരു കാര്യമാണ്, ഇവർക്കാർക്കും ഈ പുസ്തകങ്ങളെക്കുറിച്ച് അതൊന്നും അറിയണ്ട. ഒന്ന് പാരമ്പര്യമായി ലഭിച്ചിട്ടുള്ള അഹമ്മദിയത്ത്, രണ്ടാമത് ആരെങ്കിലും അതിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതേസമയം ഇയാളെ ആഴത്തിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹം ചതി, വഞ്ചന ഇതൊക്കെ നടത്തി നമുക്കിപ്പോൾ പറഞ്ഞല്ലോ. ഇനിയും അദ്ദേഹം പറഞ്ഞ വ്യക്തമായ കളവ്. ഷഹാദത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, ആകാശത്ത് നിന്ന് ഈ മഹ്ദി വരുന്ന സമയത്ത് ആകാശത്ത് നിന്ന് ഒരു അശരീരി കേൾക്കും, ഹാദ ഖലീഫത്തുല്ലാഹിൽ മഹ്ദി എന്നിട്ട് പറഞ്ഞു. ഇത് സഹീഹ് ബുഖാരിയിൽ
അസഹ് കിതാബ് ബാദ കിതാബുള്ള എന്ന് അതിനെ ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു ഹദീസ് കാണാൻ കഴിയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അന്ന് തന്നെ അവരോട് ചോദിച്ചിട്ടുണ്ടാവും ആളുകൾ. കാരണം സഹീഹ് ബുഖാരി എല്ലാവരുടെ കയ്യിലുണ്ട്. ഇപ്പോൾ മലയാളത്തിലും ലഭ്യമാണ്, ഉറുദുവിൽ അതിൻ്റെ പരിഭാഷ ഉണ്ടായിരുന്നു, പിന്നെ അറബി സഹീഹ് ബുഖാരി പറഞ്ഞാൽ ഇഷ്ടംപോലെ ലഭിക്കുന്ന പുസ്തകമാണ്, എല്ലാവർക്കും അറിയുന്ന, വായിച്ചാൽ മനസ്സിലാക്കാവുന്ന പുസ്തകമാണ്. അപ്പോൾ അതിൽ റസൂലുള്ളാഹിൻ്റെ ഹദീസിൽ ഇങ്ങനെ മഹദിയെക്കുറിച്ച് എന്താ, ഈ ഇമാം ബുഖാരി മഹദിയെക്കുറിച്ച് ഒരു ഹദീസും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ അപ്പം തന്നെ മനസ്സിലാക്കുന്നത് അതാ ഖലീഫത്തുല്ലാഹിൽ മഹദി എന്നൊരു ഹദീസ് അതിലുണ്ടാവില്ല. അപ്പോൾ ഷാദുൽ ഖുർആനിൽ അത് എഴുതി നമുക്ക് കാണാൻ കഴിയും, അതിപ്പോഴും നമുക്ക് കാണാൻ കഴിയും ആ പേജിൽ. ഇത് അദ്ദേഹത്തിൻ്റെ പേനയുടെ വഴുതലാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വരമൊഴിയായി അല്ല രേഖപ്പെടുത്തപ്പെടായ ഒരു അബദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് ഇവർ ആശ്വസിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഇത് കളവാണ്. കാരണം അസഹു കിതാബ് ബാദ കിതാബുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിന് ശേഷം ഏറ്റവും സഹിയായ പുസ്തകം സഹീഹ് ബുഖാരി, രണ്ടാം പ്രമാണമായിട്ട് നമ്മൾ കാണുന്ന ഹദീസുകളുടെ ഗ്രന്ഥം. അപ്പോൾ ആ പുസ്തകത്തിൽ ഇങ്ങനെയൊന്നുണ്ട് എന്ന് പറയുന്നത് ബോധപൂർവമുള്ള മഹദിയെക്കുറിച്ച് ഇങ്ങനെ ആകാശത്തുനിന്ന് അശരീരി ഉണ്ടായോ ഇയാൾ വന്നപ്പോൾ, ഇതൊന്നും പ്രസക്തമല്ല. ഈ പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാഗം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കേൾവിക്കാർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ഭാഗമുണ്ട്. ഒന്ന് പിന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള വഹികളുടെ ഒരു അന്വേഷണമാണ്, മറ്റൊന്ന് പ്രവചനങ്ങളാണ്. ഇത് രണ്ടും രണ്ട് ഭാഗമായിട്ട് തന്നെ അന്വേഷിക്കേണ്ട ഒരു സാധനമാണ്. എനിക്ക് തോന്നുന്നു വഹികളെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ച പ്രവചനം ഒന്നാണ്, അദ്ദേഹത്തിൻ്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രവചനമുണ്ട്. സ്വർഗ വിവാഹമായിട്ട് അവസാനം പ്രഖ്യാപിച്ച് കളയുന്ന ഒരു കേസുണ്ട്. ഇനി വഹികളാണെങ്കിൽ തന്നെ ഈ അടുത്ത കാലം വരെ അവരുടെ വീടുകളിൽ വരെ ഒട്ടിച്ചു വെച്ചിരുന്ന ഒരു ചിത്രം പോലെയായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച ഒരു സ്വപ്നത്തിൽ അള്ളാഹുവിൽ നിന്ന് ഒരു പേന കൊണ്ട് എഴുതിയ ഒരു സംഭവമുണ്ട്. അത് താങ്കളുടെ 96 രേഖയിൽ അത് പറയുന്നുണ്ട്. അത് ഞാൻ പറയാം. അത് എനിക്ക് പിന്നെ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ കൂലങ്കഷമായി വായിച്ചുള്ള പുസ്തകം തദ്കിറാണ്. തദ്കിറാണ് വഹികളുടെ സമാഹാരമാണ്. അപ്പോൾ അതിലെന്തൊക്കെ ഉണ്ടെന്നുള്ള A to Z മനസ്സിലാക്കുകയും അതിനപ്പുറമുള്ളത് വഹിയല്ല, അല്ലെങ്കിൽ വഹി മുഴുവൻ ഇതിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ഇവരുടെ വാദം. ഞാൻ പറഞ്ഞ മാതിരി പല പുസ്തകത്തിൽ നിന്ന് എടുത്തതാണെങ്കിലും അതിൽ ഈ സംഗതി വിശദീകരിക്കുന്നുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ വാദം എന്താണെന്ന് വെച്ചാൽ വഹി അള്ളാഹുവിൽ നിന്ന് കിട്ടുമ്പോൾ തന്നെ അത് ചിലപ്പോൾ കശ്ഫായിട്ട് കിട്ടും. കശ്ഫ് പറഞ്ഞാൽ ജാഗ്രത ദർശനമാണ്. സ്വപ്നം എന്ന് പറയുന്നത് ഉറക്കത്തിൽ കിട്ടുന്നത്. പക്ഷേ ഇതൊക്കെയും അള്ളാഹു പ്രവാചകന്മാർക്ക് നൽകുന്ന എന്താണ് ബശാറത്തുകളും ഒക്കെയാണ്, മുന്നറിയിപ്പുകളാണ്, പിന്നെ സന്തോഷ സുവാർത്തകളുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നദീറും ബഷീറുമായിട്ട് ഓരോ പ്രവാചകനെയും അറിയപ്പെടുന്നത്. അപ്പോൾ മുന്നറിയിപ്പായിട്ട് കൊടുക്കുന്നതുണ്ടാവും. ഇത് അതല്ലാത്തതും കശ്ഫായിട്ടോ അല്ലേതായിട്ടോ ഒക്കെ റസൂലുള്ളാഹിക്കും കിട്ടിയിട്ടുണ്ട്, പ്രവാചകന്മാർക്ക് പൊതുവെ ലഭിക്കാറുണ്ട്. പക്ഷേ മിർസാഉൽ അഹമ്മദ് ഖാദിയാനിക്ക് കൂടുതലായി കിട്ടിയിട്ടുള്ളത് ഈ ഇത്തരം കശ്ഫുകളാണ്. അത് വളരെ രസകരമായിട്ടുള്ളതിൽ ഒരുപാടെണ്ണമുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഈ ഇതിൽ. തദ്കിറ ഞാൻ പ്രത്യേകമായിട്ടൊരു ഇത് ചെയ്യണം ഉദ്ദേശിക്കുന്നുണ്ട്. ഏതായാലും ചോദിച്ച സ്ഥിതിക്ക് പറയാം. ഇത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു രാത്രി പിന്നെ അദ്ദേഹം സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു മയക്കത്തിന് വേണ്ടിയിട്ട് അന്ന് നല്ല ചൂടുകാലമായതുകൊണ്ട് കുളിമുറിയിൽ കട്ടിലിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അടുത്ത് തന്നെ കാല് തിരുമ്മിക്കൊണ്ട് അബ്ദുള്ള സന്നൂരി എന്ന അയാളുടെ ഒരു മുഖ്യ സഹാബിയാണ്. അദ്ദേഹം കാലും തിരുമ്മി തൊട്ടടുത്തുണ്ട്. ആ സമയത്തൊരു ഗഫലത്ത്, ഒരു കശ്ഫ് അദ്ദേഹത്തിന് ഉണ്ടാകുകയാണ്. ആ കശ്ഫിൽ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരുപാട് പ്രവചനങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ പ്രവചനങ്ങളിൽ അള്ളാഹു ഒപ്പിട്ട് കൊടുക്കുന്നൊരു സംഭവമാണ്. അള്ളാഹുവിനെ കണ്ടപ്പോൾ ഞാൻ ഈ ഫയൽ അദ്ദേഹത്തിന് അള്ളാഹുവിന് കൊടുത്തു എന്നാണ് ഈ കശ്ഫിൽ, ജാഗ്രത ദർശനത്തിൽ. നമ്മൾ അത് സ്വപ്നമായിട്ട് കാണരുത്. സ്വപ്നം എന്ന് പറയുന്നത് ഉറങ്ങിയതിന് ശേഷമാണ്, ഇത് മയക്കത്തിൽ കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ കണ്ട സമയത്ത് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു സംഭവ്യ ലോകത്ത് അതിൻ്റെ പ്രതികരണം ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം ഇത് ഒപ്പിടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന് സമർപ്പിക്കുന്നു. അള്ളാഹു അത് വാങ്ങിയിട്ട് അതിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ പേനയിൽ പിന്നെ ചുവന്ന മഷിയാണുള്ളത്. ഗസറ്റഡ് റാങ്കിൽ പച്ച മഷി ഉപയോഗിക്കുന്ന മാതിരി അള്ളാഹു ചുവന്ന മഷിയാണ് ഉപയോഗിക്കുന്നത്. ആയിരിക്കാം, അതായത് ചുവന്ന മഷിയാണ് ഉപയോഗിച്ചത്. ആ ചുവന്ന മഷിയാണെങ്കിൽ പഴയ അശോക പേന എന്ന് പറഞ്ഞ പേന ഉണ്ടായി, അത്തരം പേനയാണ് അത്. പിന്നെ നല്ല എളുപ്പത്തിലൊന്നും അങ്ങനെ കണ്ട് അപ്പോൾ അതിലെ മഷി പിന്നെ ഇതിൽ ഇറങ്ങാത്തതുകൊണ്ട് ഒന്ന് കുടഞ്ഞു.
കുടഞ്ഞതിൻ്റെ ശേഷം, അത് പണ്ട് ഞങ്ങളൊക്കെ ചെയ്യുന്നതാണ്, ഞങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നത് അങ്ങനത്തെ പേനയാണ്. ഒന്ന് കുടഞ്ഞാൽ അത് അവിടെ തടിച്ച് നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഒപ്പിട്ട് വന്നു. സ്വാഭാവികമായിട്ടും ആ ഒപ്പിട്ട് വാങ്ങി. പക്ഷേ അതിൽ നിന്ന് ഉണർന്നു നോക്കുമ്പം ഈ അബ്ദുള്ളയുടെ തൊപ്പിമിൽ ഈ ചുവന്ന തുള്ളി കണ്ട്. പിന്നെ നോക്കിയപ്പോൾ സ്വന്തം ഷർട്ടിലുണ്ട് ചുവന്ന തുള്ളികൾ. അതാണ് ജാഗ്രത ദർശനത്തിൻ്റെ പ്രത്യേകത. സ്വപ്നമാണെങ്കിൽ അവിടെ ഒന്നും ആസാറുകൾ ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും അബ്ദുള്ള ചോദിച്ചു എന്താണിത്. അപ്പോൾ അദ്ദേഹത്തിന് ആദ്യത്തെ മറുപടി മാങ്ങാച്ചാറട്ടായിരിക്കും, മാങ്ങ തിന്നപ്പോൾ ഒലിച്ചായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെയാണ് അദ്ദേഹം പറയുന്നത് അല്ല, ഞാനൊരു കശ്ഫ് കണ്ടിരുന്നു, അതിൽ അള്ളാഹുവിൻ്റെ ഈ മഷി കുടഞ്ഞാണെന്നുള്ള കാര്യം പറയുന്നത്. അങ്ങനെ അതിൻ്റെ ഒരു വിശദീകരണമാണ് അതിൽ കൊടുക്കുന്നത്. ഹക്കീക്കത്തുൽ വഹിയിലും തിരിയാക്കുൽ കുലൂബിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ അടയാളമായിട്ട് കൊടുക്കുകയാണ്. ഇത് കണ്ട് നമ്മൾ വിശ്വസിച്ചോളണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ഈ എന്തായിരുന്നു ഈ പ്രവചനങ്ങൾ എന്ന ചോദ്യത്തിന് മറുപടി ഒന്നുമില്ല. പക്ഷേ അതൊന്നൊരു ചോദ്യം ചോദിച്ചു, ആ കുപ്പായ എനിക്ക് തരുമെന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അത് അയച്ചു കൊടുത്തു. പിന്നെ അത് സീറത്തുൽ മഹദിയിൽ പറയുന്നത് ഒരാഴ്ചട്ട കുപ്പായതുകൊണ്ട് അയച്ചു കൊടുക്കാൻ പ്രയാസമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഒരാഴ്ചട്ട കുപ്പായത്തിലാണെന്ന് വീണെന്നില്ല. ഏതായാലും ഇദ്ദേഹം അത് വളരെ തിരുശേഷിപ്പായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം വരെ കൊണ്ടു നടന്നു. അങ്ങനെ ഖലീഫ രണ്ടാമൻ്റെ കാലത്താണ് ഇദ്ദേഹം മരിക്കുന്നത്, 20കളിലാണ്. ആ മരിച്ച സമയത്ത് സന്നൂരി പിന്നെ മരിച്ചപ്പോൾ ഈ സാധനം തിരുശേഷിപ്പായിട്ട് കയ്യിലുണ്ട്. അപ്പോൾ ഖലീഫ പറഞ്ഞു അത് മൃതദേഹത്തിൽ കഫൻ പൊതിയാൻ ഉപയോഗിച്ചിട്ട് അത് മറവ് ചെയ്യണം. അങ്ങനെ കുറേ സാക്ഷികളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അതും അതെന്താ വെച്ചാൽ പിൽക്കാലത്ത് അതൊരു പിന്നെ ആരാധ്യവസ്തുവായിട്ട് ഇപ്പോൾ ചിലരൊക്കെ പല ഇതും കൊണ്ടു നടക്കുന്നുണ്ടല്ലോ, മുടിയൊക്കെ കൊണ്ടു നടക്കുന്നില്ലേ, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ വെച്ച് മറവ് ചെയ്തതെന്നാണ്. അതാണ് ആ സംഭവം. അള്ളാഹു ഒപ്പിട്ട് കൊടുത്തു. അപ്പോൾ ഇതിലുള്ളത് സംഗതി വെച്ചാൽ ഇത് പ്രത്യക്ഷത്തിൽ കാണുമോ, അല്ലെങ്കിൽ ഒരു ദർശനത്തിൽ ജാഗ്രത ദർശനമാണെങ്കിൽ കശ്ഫാണെങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ ഇവിടെ കാണുമോ? അപ്പോൾ അത് പഴയ കാലത്തുള്ള പല ആളുകൾക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ ഓരോ ആഴ്കുഴമ്പോ മറുപടിയാണ് ഇവർ പറയാറുള്ളത്. ഇതിലൊരു പ്രശ്നം അള്ളാഹു ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അള്ളാഹുവിനൊരു പരിസരബോധമില്ലാത്തൊരു പ്രശ്നം കൂടി ഉണ്ട്. പെണ്ണെടുത്ത് മിനിമം കുടയുമ്പം സ്വീകരിക്കേണ്ട ഒരു സാമാന്യ മര്യാദ പോലും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം ഇതിൽ വരുന്നുണ്ടല്ലോ. ഏതായാലും പോട്ടെ, ഓരോ സംഭവങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ കുറേ സാധനങ്ങൾ അതിൽ കിടക്കുന്നുണ്ട്. അതുപോലെ പിന്നെ അദ്ദേഹത്തിന് അതിശക്തമായിട്ടുള്ള മറ്റേ ഇത് അയാളൊരു മറ്റേ രോഗത്തിൽ നിരന്തരമായി രോഗം ഉണ്ടായിരുന്ന ആളായിരുന്നു. ഷുഗർ പേഷ്യൻ്റ് ആയിരുന്നു. പിന്നെ തലകറക്കവും അതുപോലുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. ഹിസ്റ്റീരിയ, മാലിയ ഹുലിയ എന്നൊക്കെ ഉറുദു പറയുന്നത്, മറാക്ക് എന്ന് അറബി പറയുന്നത് അംഗീകരിച്ചു തന്നെ. അത് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ എവിടെയൊക്കെയോ കാണാം. അപ്പോൾ ഈ സംഭവത്തിൽ അദ്ദേഹത്തിന് അതിശക്തമായിട്ടുണ്ടാകുന്ന ഈ പിന്നെ വയറിലെ പ്രശ്നങ്ങൾ, ആ പ്രശ്നത്തിൽ ഒരിക്കൽ അദ്ദേഹത്തിന് അതിശക്തമായിട്ടുള്ള വയറിളക്കും ഇതൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് പിന്നെ കടുത്ത പനിയുമായി. അങ്ങനെ ബെഡിൽ കിടക്കുന്ന സമയത്താണ് അദ്ദേഹം പിന്നെ ഇതിൻ്റെ ചികിത്സ തേടുന്നത്. അവസാനം അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്തൊരു ചികിത്സ ഉണ്ട്. ആ ചികിത്സയിൽ പ്രകാരം അദ്ദേഹം എന്ത് ചെയ്തു, പുഴയിൽ പോയിട്ട് കുറച്ച് മണൽ കൊണ്ടുവരാൻ പറഞ്ഞു, പൂഴി. ആ പൂഴി കൊണ്ടുവന്നിട്ട് അത് ശരീരത്തിലാകമാനം പരട്ടിയിട്ട് തസ്ബീഹൊക്കെ ചൊല്ലി. അങ്ങനെ അദ്ദേഹത്തിന് പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്ക് ഒരു ഇൽഹാമുണ്ടായി. വൈൻ കുൻതും ഫി റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിന ഓത്തു ബി ഷിഫായിം ബി മിസ്ലിഹി എന്നാണ് അദ്ദേഹത്തിന് വഹിയായിട്ട് കിട്ടിയത്. അപ്പോൾ ഈ ചെയ്ത പ്രവൃത്തി ഒരു ദൈവികമായിട്ടുള്ള ഒരു ചികിത്സയാണെന്നും ഇതുപോലൊരു ചികിത്സ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്നാണ് ചോദിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ആയത്തിൽ ബി സൂറത്തിൻ മിൻ മിസ്ലിഹി ഇതുപോലുള്ള ഒരു അധ്യായം കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനെ ഇദ്ദേഹം ഷിഫായിലേക്ക് മാറ്റിയിട്ട് ഫിറ്റ് ചെയ്ത് അവിടെ ഒരു കട്ട് ആൻഡ് പേസ്റ്റ് നടത്തിയത്. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ വഹിയായിട്ട് നമുക്ക് തദ്കിറയിലൊക്കെ കാണാൻ കഴിയും. ഹക്കീക്കത്തുൽ വഹിയിലൊക്കെ ഉണ്ടത്. ആവർത്തിച്ച് പറയാന്നുള്ള ഇയാളുടെ ഒരു സ്വഭാവമാണ്. എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ പ്രവാചകന്മാർക്കുണ്ടാവുന്ന ഒരു ഗുണങ്ങളിലൊന്നാണ് എതിരാളികളാണെങ്കിലും അവരോട് മാന്യമായി പെരുമാറുക എന്നുള്ളത്. ആ കാര്യത്തിലും എൻ്റെ വായനയിൽ നിന്ന് സംശയമാണ്. എതിരാളികളെ അതിരൂക്ഷമായി ചീത്ത പറയുകയും അത് മാത്രം ചീത്ത മാത്രം ലാനത്ത് മാത്രം 4-5 പേജ് ചെയ്തൊരു മിർസ സാഹിബിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ഉള്ള ഒരു പഠനത്തിൽ
നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ട സംഗതിയാണത്. ഇദ്ദേഹം എങ്ങനെ നമ്മൾ കാണുന്ന പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ സഹനത്തിൻ്റെയും സൽസ്വഭാവത്തിൻ്റെയും വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, നീ എൻ്റെ വാക്കുകൾ മൃദുലമല്ലാത്ത വാക്കുകൾ പ്രയോഗിക്കുകയാണെങ്കിൽ ഇവരൊക്കെ നിന്നെ ഉപേക്ഷിച്ച് പോകുമായിരുന്നു. അപ്പോൾ നിൻ്റെ ആ ഒരു സൗഹൃദ സമീപനമാണ് ആളുകളെ നിന്നിലേക്ക് അടുപ്പിക്കുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എതിരാളികളെ തന്നെയാണെങ്കിലും ഇദ്ദേഹം വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട്. 5-ാമേ ആദം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അതിൽ മുസ്ലിം പണ്ഡിതന്മാരെക്കുറിച്ച്, ക്രിസ്ത്യൻ പാതിമാരെക്കുറിച്ചുമുണ്ട്, ഹൈന്ദവ ആചാര്യന്മാരെക്കുറിച്ചുമുണ്ട്. പക്ഷെ അവർ പറയുമ്പോൾ ഒട്ടും എന്താണ് പറയുക, ഒരു സാമാന്യ വ്യക്തിക്ക് ചേരാത്ത ചില പരാമർശങ്ങളാണ് അദ്ദേഹം. ഇപ്പോൾ കാട്ടുകള്ളന്മാർ, ജൂതസന്തതികൾ, ജാഹിൽ, പന്നി, പട്ടി, അങ്ങനെയുള്ള വളരെ നികൃഷ്ടമായിട്ട് പറയാൻ പറ്റാത്ത ജാരസന്തതി ഇതൊക്കെ പറയുന്നുണ്ട്. അതിലൊരിക്കൽ അദ്ദേഹം പാടിയ നജ്മുൽ ഹുദ എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വെച്ചുള്ള ഒരു വരി ഇങ്ങനെയാണ്: ഇന്നൽ ഇദാ സാറു ഖനാസീറുൽ ഫല വനിസാഉഹും മിൻ ദൂനിഹിന്നൽ അക്ലബു എന്ന്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ശത്രുക്കൾ മരുഭൂമിയിൽ അലഞ്ഞു നടക്കുന്ന പന്നികളാണ്, അവരുടെ പെണ്ണുങ്ങൾ അക്കിലബാണെന്നാണ്, അതായത് പെരുംപട്ടികളുമാണ്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഇദ്ദേഹം പറയുമ്പോൾ പിന്നെ ശത്രുക്കളെക്കുറിച്ച് പന്നികൾ എന്ന് പറയുമ്പോൾ പ്രവാചകന്മാർക്ക് ഒരുപാട് ശത്രുക്കളുണ്ടാവും, പ്രവാചകന്മാരാരും അത് പറയാറില്ല. നമ്മൾ സാധാരണ മനുഷ്യന്മാർ തന്നെ പട്ടികൾ, പന്നികൾ എന്നൊക്കെ പറയുന്നത് വളരെ നികൃഷ്ടമായ പദപ്രയോഗങ്ങളാണ്. പക്ഷേ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ എതിർക്കുന്ന ആളുകൾ, പണ്ഡിതന്മാരും ഒക്കെ ആയിട്ടുള്ള ആളുകളെയാണ് ഈ പന്നികൾ എന്ന് പറയുന്നത്. അവരുടെ ഭാര്യമാർ എന്ന് പറഞ്ഞാൽ അവരുടെ നിസാഉഹു എന്നാൻ്റെ ഭാര്യമാർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ അവരുടെ സ്ത്രീകൾ. ഈ സ്ത്രീകളെ അക്കിലബ് അല്ലെ പെരുമ്പട്ടികൾ എന്ന ഒരു രീതിയിൽ പറയുമ്പോൾ അതിലുള്ളൊരു സംഗതി എന്താ വെച്ചാൽ, ഒരുപാട് ആളുകൾ പ്രവാചകന്മാരുടെ ശത്രുക്കളായി വരുമ്പം തന്നെ അവരുടെ ഭാര്യമാർ മുഅ്മിനീങ്ങൾ, വിശ്വാസികളുമായിരുന്നല്ലോ. അതിൽ ഖുർആൻ തന്നെ എടുത്ത് പറഞ്ഞ ഒരു സംഗതിയാണ് ആസിയ ബീവിയെക്കുറിച്ച്, അതെ, ഇമ്രത്ത് ഫിറാവിനെ കുറിച്ച്. ഫിറാവിൻ എന്ന് പറഞ്ഞാൽ കഠിന ശത്രുവായിരുന്നു മൂസാ നബിയുടെ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആസിയ ബീവി, അവരുടെ പേര് ഖുർആൻ പറഞ്ഞിട്ടില്ലെങ്കിലും ഇമ്രത്ത് ഫിറാവിൻ ആരായിരുന്നു? മുസ്ലിങ്ങളുടെ വിശ്വാസികൾക്കുള്ള ഉപമയായിട്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ദറബല്ലാഹുല്ലദീന മസലുല്ലദീന ആമനു, ദറബല്ലാഹു മസലുല്ലദീന ആമനു എന്ന് പറഞ്ഞു വിശ്വാസികൾ പറഞ്ഞു ഇമ്രത്ത് ഫിറാവിൻ. അപ്പോൾ ഫിറോൻ്റെ ഭാര്യ, ഫിറോൻ കഠിന ശത്രു ആയിരിക്കെ തന്നെ ഫിറോൻ്റെ ഭാര്യ ഏറ്റവും നല്ല സത്യവിശ്വാസികളുടെ മാതൃകയായിട്ട് ഖുർആൻ അവതരിപ്പിച്ചത്. അപ്പോൾ ഈ പദ്യം ചെല്ലുന്നതും ഒരു പ്രവാചകനാണെങ്കിൽ അത് വളരെ ഗുരുതരമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. അതുപോലൊരു സാധനമാണ് ശാപം. അതെ, അത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫലിതമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കോമാളി വേഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്വാഭാവികമായിട്ടും 1000 ശാപമുണ്ടാകട്ടെ. പഴയ കാലത്ത് സ്ത്രീകളൊക്കെ പരസ്പരം കലയിക്കും. നൂറുൽ ഹക്ക് എന്ന പുസ്തകം, നൂറുൽ ഹക്ക് പറയാറുണ്ട്. അങ്ങനെ 1000 10,000 എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് പകരം ഇദ്ദേഹം 1000 ശാപമുണ്ടാകട്ടെ എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം 1000 തവണ ശാപം എന്ന് എഴുതുക ചെയ്തത്. ലനത്ത് 1 2 3 അങ്ങനെ 1000 വട്ടം എഴുതിയിട്ട്. അത് പറഞ്ഞാൽ നൂറിലൊക്കെ എന്ന പുസ്തകത്തിലെ ഒരു 5-6 പേജുകൾ, ആ പേജുകൾ നിറച്ച് നമ്മൾ ആ നൂറിലൊക്കെ എന്ന പുസ്തകം കൊണ്ട് മറച്ചു വെക്കുകയാണെങ്കിൽ കാണാം. അപ്പോൾ കാണുന്നത് ഇതാണ്: 1 ലാനത്ത്, 2 ലാനത്ത്, 3 ലാനത്ത് എന്ന്. അത് അയാളുടെ മാനസികമായിട്ടുള്ള ഒരു ഇതാണ്. എത്രയോ 5ഉം 10ഉം ശാപങ്ങൾ എഴുതിയ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അങ്ങനെ 1 ലാനത്ത്, 2 ലാനത്ത് എന്ന് പറഞ്ഞാൽ 10 വരെ ലാനത്ത്. ഇതിനൊക്കെ വരുടെ മറുപടി എന്താ വെച്ചാൽ, ഇത് റസൂലുള്ളാഹിയെ ചീത്ത പറഞ്ഞവർക്കുള്ള ശാപ്പാണ്. അതൊന്നും അതിൽ കാണില്ല. അങ്ങനെ ശപിക്കുക മാത്രമല്ല, ഇങ്ങനെ ശാപം പറയുമ്പം അനുയായികൾ ആമീൻ ചൊല്ലുകയും വേണം. അത് പറയുന്നത് അതാണ്. അപ്പം ഇങ്ങനെ അതുപോലെ തന്നെ ഈ 19-ാം നൂറ്റാണ്ടിലൊക്കെ പൊതുവെ ഈ ഇന്ത്യയിലെ ആളുകൾക്കിടയിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. ആ അന്ധവിശ്വാസങ്ങളിൽ പലതിനെയും കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നില്ല. അതെ, അത് നമ്മൾ അതിന് പകരം ചില അന്ധവിശ്വാസങ്ങൾക്കൊക്കെ ചൂട്ടുപിടിക്കുന്നത് കാണാം. അതിലൊരു ഉദാഹരണമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് തീവണ്ടിയെ ഒരു ഉപമിച്ചിട്ടുള്ളത് ദജ്ജാലിൻ്റെ കഴുത എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അങ്ങനെ ഒരുപാട് ആ ഒരു മേഖലയിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ആധുനിക അന്ധവിശ്വാസങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒരുപാട് അതെന്തിനാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, പിന്നെ ദജ്ജാലിന് അദ്ദേഹത്തിൻ്റെ ഒരു വിഷയമാണ്. കാരണം ദജ്ജാലിനെ കൊല്ലാൻ വേണ്ടിയാണ് ഈസാ നബി വരുന്നത്. അത് ഈസാ നബിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വിചാരിക്കുന്നത് ഒരു വിശദമായ ഒരു ചർച്ച ആവശ്യമാണ്. അപ്പോൾ ഏതായാലും അതിൻ്റെ ദജ്ജാലിൻ്റെ ഒരു
ഘാതകനായിട്ട് ദജ്ജാലിനെ കൊല്ലാൻ വേണ്ടി നിയുക്തനായ അദ്ദേഹത്തിൻ്റെ നിയോഗ ലക്ഷ്യമാണത്. അപ്പോൾ അദ്ദേഹം ആരാണ് ദജ്ജാൽ എന്ന ആൾ കണ്ടെത്തണം. അപ്പോൾ അദ്ദേഹം അതിനെപ്പറ്റി പറഞ്ഞത് ക്രിസ്ത്യാനികളാണ്, ക്രിസ്ത്യൻ പുരോഹിതന്മാരാണ് ദജ്ജാൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ദജ്ജാലിനെ കൊല്ലേണ്ടവർ എന്ന് പറഞ്ഞാൽ അത് എവിടെ ചെല്ലേണ്ടത്, എവിടെ വെച്ചാൽ കൊല്ലേണ്ടത്, അത് സംവാദങ്ങളിൽ അവരെ തോൽപ്പിക്കുകയാണ് വേണ്ടത്. എല്ലാം എന്താണ് ആലങ്കാരികമായിട്ട് അല്ലെങ്കിൽ അതായത് എന്ന് പറയുന്നത് വ്യാഖ്യാനത്തിലൂടെ മാത്രമേ ഉള്ളൂ. ദജ്ജാൽ ആരാണെന്ന് വെച്ചാൽ ക്രിസ്ത്യൻ പാതിരിമാർ അന്നുണ്ട്. ദജ്ജാൽ പുറപ്പെടുക അല്ലെങ്കിൽ ദജ്ജാൽ അദ്ദേഹത്തിന് ശേഷമുണ്ട്. അപ്പോൾ അദ്ദേഹം ദജ്ജാലുകളെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ ദജ്ജാലിൻ്റെ വളർച്ച കൂടുകയത് ഇപ്പോൾ ഇല്ലേ. ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് അയാളുടെ ജില്ലയിൽ എടുത്തു നോക്കുകയാണെങ്കിലും നാട്ടിലെടുത്ത് നോക്കുകയാണെങ്കിലും ലോകത്തെടുത്ത് നോക്കുകയാണെങ്കിലും ഒക്കെ ഈ ദജ്ജാലിൻ്റെ ഫിത്തന കൂടിയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുകയെന്ന് വെച്ചാൽ മിർസയുടെ വ്യക്തിത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം ഈ തീവണ്ടിയെ ദജ്ജാലിൻ്റെ വാഹനം എന്ന് പറയാൻ കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അന്ന് ഏറ്റവും ശക്തമായ ഏറ്റവും സ്പീഡിൽ പോകുന്ന ഒരു വണ്ടിയുള്ളത് ട്രെയിനാണ്. അത് 1830കളിലാണ് കണ്ടെത്തിയത്. ആദ്യം മാഞ്ചസ്റ്ററിൽ നിന്ന് ലിവർപൂളിലേക്കാണ് ആദ്യത്തെ ട്രെയിൻ ഓടിയത്. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 35 ആ കാലഘട്ടത്തിലാണ്, 835. അന്ന് അദ്ദേഹം ജനിക്കുന്നേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ജനിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പാണ്. ഇന്ത്യയിൽ അതെത്തുന്നത് 1850കളിലാണ്, 52. അപ്പോൾ ആ സമയത്ത് ഇന്ത്യയിൽ വരുമ്പോൾ അദ്ദേഹം കാണുന്നത് ഇന്ത്യയിലും വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമാണ് ട്രെയിൻ ഓടുന്നത്. അപ്പോൾ ഈ ട്രെയിനിൻ്റെ സ്വഭാവം നമുക്ക് ആദ്യം കാരണം എന്താണ്, കൂക്കും തീവണ്ടി എന്ന് പറയുന്ന ആ കൽക്കരി തിന്നുന്ന തീവണ്ടിയാണ്, അതായത് നീരാവി എൻജിനിൽ ഓടുന്ന തീവണ്ടി. എന്നിട്ട് പോലും അത് അതിശീഘ്രം ലക്ഷ്യസ്ഥാനത്തെത്തുന്നു. കാരണം അന്നുണ്ടായിരുന്ന കുതിരയും ജടുക്കകളും അതുപോലുള്ള വണ്ടികളുമാണ്, കാളവണ്ടികളുടെ യുഗമാണ്. അതേസമയം പിന്നെ മോട്ടോർ കാറുകളൊക്കെ ബ്രിട്ടീഷുകാരുടെ കൂടെ തന്നെ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും കരുത്തുറ്റ സ്പീഡുള്ള വാഹനം. അപ്പോൾ അത് ദജ്ജാലിന് വക വെച്ച് കൊടുക്കുകയാണ്. പക്ഷേ ആ ദജ്ജാലിൻ്റെ വാഹനത്തിലാണ് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് വരെ കൊണ്ടുവരുന്നതും. അദ്ദേഹം ആ വാഹനം നിരന്തരമായി ഉപയോഗിച്ചിരുന്നു പലയിടത്തും പോകാൻ വേണ്ടിയിട്ട്. വാഹനമായ കഴുത എന്ന് പറയുന്ന തീവണ്ടിയിലാണ് അദ്ദേഹവും പ്രവാചകനായ അദ്ദേഹവും അതുപോലെ അദ്ദേഹം ദജ്ജാലിനെ കൊല്ലാൻ വന്നിട്ട ആള് യാത്ര ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന അന്ന് വിമാനം കണ്ടെത്തിയിട്ടില്ല. വിമാനം കണ്ടെത്തിയിരുന്നെങ്കിൽ വിമാനത്തിനായിരിക്കും അദ്ദേഹം ദജ്ജാലിന് പതിച്ചു കൊടുക്കുക. ഇനി അതല്ല റോക്കറ്റ് യുഗത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ അതിനും സ്പീഡുള്ള വാഹനങ്ങളൊക്കെ ഇപ്പം കണ്ടെത്തി കഴിഞ്ഞു. മനുഷ്യൻ തന്നെ ബഹിരാകാശത്തേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ ഈ അവസ്ഥയിൽ ദജ്ജാലിൻ്റെ വാഹനമായിട്ട് റോക്കറ്റുകളൊക്കെ ആയിരിക്കും അദ്ദേഹം പറയുക. ആ കാലഘട്ടത്തിലായതുകൊണ്ട് തീവണ്ടി എന്ന് പറഞ്ഞതേ എന്നുവെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒതുങ്ങുന്ന ആ കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ ദജ്ജാലിന് ചാർത്തി കൊടുക്കുകയാണ്. മനസ്സിൽ ഒതുങ്ങാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത് കണ്ടെത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പുതുമയുള്ളൊരു കാര്യം, അത് ദജ്ജാലിൻ്റെ ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു സിമ്പലായിട്ട് അവതരിപ്പിക്കുകയാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു പ്രവാചകൻ എന്ന രീതിയിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സുകൾ ഉണ്ടാവും ഒരു പ്രവാചകനാവുമ്പോൾ. അതിലൊന്ന് എളിമയാണ്, മറ്റൊന്ന് ശത്രുക്കളോട് പോലും മാന്യമായി പെരുമാറുക, അതുപോലെ തന്നെ ഒരു ബുദ്ധിപരമായ കൃത്യമായൊരു സ്ഥിരത ഉണ്ടായിരിക്കുക. ഇങ്ങനെ കുറേ ക്വാളിറ്റികൾ നമ്മൾ പ്രവാചകന്മാർ ആരെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്കുണ്ടാകുന്ന ഒരുപാട് ബേസിക് ക്വാളിറ്റികൾ. ആ ക്വാളിറ്റികളിൽ പലതും ഇല്ലയെന്ന് മാത്രമല്ല ശത്രുക്കളെ അതിശക്തമായിട്ട് ചീത്ത പറയുന്ന വേറൊരു ലെവലിലാണ് നിൽക്കുന്നത് എന്നാണ് വളരെ ചുരുങ്ങിയ എനിക്ക് തോന്നുന്നത്. താങ്കളുടെ തന്നെ ബാക്കി പുസ്തകങ്ങളിലും അത് പോരായെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ നേരിട്ടുള്ള ഉറുദു ഗ്രന്ഥങ്ങളും അതിൻ്റെ ട്രാൻസ്ലേഷൻ നേരിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിത്വം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ ഒരു ചർച്ചയിൽ സ്വാഭാവികമായും നമുക്ക് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെറിയ ചില ഗ്ലിംസസ്, ചില സൂചകങ്ങൾ മാത്രമേ നമ്മൾ കൊടുക്കാൻ കഴിയുള്ളൂ. സുദീർഘമായിട്ട് നമുക്ക് വായിക്കാവുന്ന